Good afternoon to all. Good afternoon. Okay. Good afternoon. Unmute എടുത്ത് പറയൂ. Good afternoon, ma'am. Good afternoon, Miss. Good afternoon. Students, strength കൂടി Good afternoon. Yeah, good afternoon. Okay. Strength കൂടി വരികയാണല്ലോ ക്ലാസ്സിൽ. അത്രയുള്ളോ? ഇങ്ങനെയായിരുന്നോ? ഒന്നും മിണ്ടാത്തെ. കേൾക്കുന്നുണ്ടാവോ? ടീച്ചർ റെസ്പോൺസ് ഒന്നുമില്ല. പറയൂ ആൻസി. കേൾക്കുന്നുണ്ട്. ഓക്കെ. ക്ലാസ്സിൽ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ടാവാനുള്ളോ പൊതുവേ? ആണോ? അല്ല, ഇന്നലെ 10 വരെയൊക്കെ ഉള്ളായിരുന്നു. ഓക്കെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? പറയൂ. ഹൗ ആർ യു ഓൾ? സുഖാണോ? കുറെ നാളെ നമ്മൾ കണ്ടിട്ട് അല്ലേ? സുഖാണ് മാം. In long days, it's been met. Then how was your exam? കുഴപ്പമില്ലായിരുന്നു മാം. കുഴപ്പമില്ലായിരുന്നു. ഓക്കെ. ക്ലാസ്സിലേക്ക് പോവാം നമുക്ക്. റെഡി എല്ലാവരും? ഓക്കെ മാം. ഓക്കെ. ഓ ഇന്ന് ഓക്കെ ഹോളിഡേ ആണ് അല്ലെ? നോക്കാണ് എല്ലാവർക്കും. അതിന്റെയാണ് സ്ട്രെങ്ത് കുറവ്. ഓക്കെ. മക്കളൊക്കെ വീട്ടിലുണ്ടാകും അല്ലെ? ഓക്കെ, ക്ലിയർ. അപ്പൊ കഴിഞ്ഞ ക്ലാസ് മീൻസ് നമ്മുടെ പാസ്റ്റ് ഓക്കെ, മനസ്സിലായി. മഴയുണ്ടോ ഇപ്പൊ ഇവിടെ? മഴയുണ്ടോ? ചെറുതായിട്ട്. ഓക്കെ. അവധി പ്രഖ്യാപിച്ച പിന്നെ മഴ കാണില്ല. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? അങ്ങനെയാണത്. അവധി പ്രഖ്യാപിച്ച പിന്നെ വെയിലായിരിക്കും. ഓക്കെ. അപ്പൊ ശരിയാണ്. നമ്മൾ ടെൻസ് ആണ് അല്ലെ? ടെൻസ് എടുത്ത് കഴിഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അത് റിവൈൻഡ് ചെയ്യാൻ നിന്നു അല്ലെ? ക്ലിയർ ആണോ ഇപ്പോ? ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ്. ഓക്കെ. മിസ് വേറെ എന്തെങ്കിലും എടുക്കൂ എന്നാണ് അത് പറഞ്ഞു തരുന്നത്. ടെൻസ് മതിയായി അല്ലെ? അങ്ങനെയാണോ? അപ്പൊ ടെൻസ് ഫുള്ള് ക്ലിയർ ആണല്ലോ. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഓക്കെ, ക്ലിയർ? റെസ്പോണ്ട് ചെയ്യൂ. എല്ലാവരും റെസ്പോണ്ട് ചെയ്യൂ. ക്ലിയർ. ഓക്കെ. പിന്നെ ഞാൻ ടോപ്പിക് പ്രസന്റേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ക്ലാസ്സില്? ഇല്ല. എപ്പോഴെങ്കിലും ടോപ്പിക് തന്നിട്ടുണ്ടോ ഞാൻ പ്രസന്റ് ചെയ്യാൻ? തന്നിട്ടുണ്ടോ? ഇല്ല. ഇതുവരെ നോക്കുമ്പോ തന്നില്ലേ? ചോദിക്കണ്ടേ എന്നോട്? തരാം. അപ്പൊ ഞാൻ ടെൻസ് എടുക്കുന്നില്ല കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഞാൻ ഒന്നോട് ചോദിക്കാണ്. ക്ലിയർ ആണല്ലോ? എല്ലാവരും ക്ലിയർ അല്ലേ? ആൻസി, സ്നേഹ, നീതു, ക്ലിയർ ആണ്. അഞ്ജലി ക്ലിയർ അല്ലേ? Clear. Okay. So we moving on. The next portion is modal verb. Okay. verb എടുത്ത ടൈമില് പറഞ്ഞിരുന്നു, ഓക്സിലറീസ് ഒക്കെ പഠിച്ച ടൈമിൽ പറഞ്ഞിരുന്നു modal verb എടുത്ത് അല്ലെ എടുക്കാമെന്ന് പറഞ്ഞു. സോ ഇപ്പൊ അതിലേക്ക് പോകാൻ modal verb എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? have, has, പിന്നേതാ
Yeah, it's okay, Manu, it's okay. Can, could, shall, should, will, would, ഇതൊക്കെയാണ് എന്ത് ഇവിടെ അനുഭവം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ക്യാൻ എല്ലാവർക്കും അറിയാലോ. ഓക്കെ, എന്താണ് ക്യാൻ? എന്താണ് പറയൂ. പറയൂ, ക്യാൻ എന്താണ്? ക്യാൻ, കുഡ് രണ്ട് കേട്ടിട്ടുണ്ട്, ഫെമിലിയർ ആണ് അല്ലെ. ക്യാൻ മീൻസ് നമ്മുടെ എബിലിറ്റി പറയാൻ, നമുക്ക് പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, യെസ് കഴിയും, പറ്റും എന്നൊക്കെ പറയാൻ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ്, പറയാൻ ഒരു വേർബാണ്, വേർബാണ് അല്ലെ ക്യാൻ എന്ന് പറയുന്നത്. So I can teach you, I can teach English, I can learn English. Okay, I can run fast. And I can write English fluently, and I can speak English fluently. Okay, അപ്പൊ നമുക്ക് കാര്യം ചെയ്യാൻ പറ്റും എന്ന് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർബാണ് ക്യാൻ എന്ന് പറയുന്നത് കേട്ടോ. അറിയാവുന്നതാണ് അല്ലെ, നമ്മള് ഇതൊക്കെ പഠിക്കാതെയാണ് ഇത് ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. നമുക്കറിയാം കഴിയുമെന്നാണ് മീനിങ് വരുന്നത്, അറിയാം. അപ്പോ എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ക്യാൻ എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും? എബിലിറ്റി ആണെന്ന് പറഞ്ഞു, നമുക്കൊരു കഴിവാണെന്ന് പറഞ്ഞു അല്ലെ. അത് പാസ്റ്റ് ടെൻസ് ആണ്. മെയിൻലി നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്നത് പ്രസന്റ് ടെൻസിലാണ് കേട്ടോ, പാസ്റ്റ് അല്ല, പ്രസന്റ് ടെൻസിലാണ്. എനിക്ക് ചെയ്യാൻ പറ്റും, ഇപ്പൊ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിനക്ക് പാട്ട് പാടാൻ പറ്റുമോ? യെസ് ഐ ക്യാൻ എന്ന് പറയുന്നത് ഐ ക്യാൻ. സോ ഇറ്റ്സ് യൂസ്ഡ് ഇൻ പ്രസന്റ് ടെൻസ്. അപ്പൊ എബിലിറ്റി പറയാൻ യൂസ് ചെയ്യുന്നുണ്ട്, ദെൻ പോസിബിലിറ്റി പറയാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളതൊക്കെ എന്താണ്? പെർമിഷൻ ചോദിക്കാൻ, റിക്വസ്റ്റ്, ആൻഡ് ഓഫേഴ്സ്, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചോദിക്കാനല്ലേ, പൊളൈറ്റ്നെസ് അല്ലാണ്ട് ഇവിടെ വരാം. ഇത് ചോദിക്കാൻ വേണ്ടി നമ്മള് കുറച്ചുകൂടെ നമ്മൾ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരുടെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു വേർഡ് കൂടിയാണ് ക്യാൻ എന്ന് പറയുന്നത്. അപ്പോ പോസിബിലിറ്റി പറയാം ഫസ്റ്റ്. പോസിബിലിറ്റി എന്ന് പറയുമ്പോൾ സാധ്യതകളാണ്. അത് ക്യാൻ യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നമുക്ക് ക്യാൻ അല്ലാതെ പല വേർഡും നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പൊ പറയുന്നത് വെച്ചാൽ ക്യാൻ എവിടേക്ക് യൂസ് ചെയ്യാം എന്ന ചോദ്യത്തിനുള്ള ആൻസർ ആണ് എബിലിറ്റി, പോസിബിലിറ്റി, പെർമിഷൻ, റിക്വസ്റ്റ്, ഓഫേഴ്സ്, ഇതൊക്കെ. പക്ഷെ എബിലിറ്റി പറയാൻ ക്യാൻ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷെ പോസിബിലിറ്റി പറയണമെങ്കിൽ ക്യാൻ യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് അവിടെ വേറെയും പല വേർഡ്സും ഉപയോഗിച്ച് പറയാം. ഓക്കെ, പൊതുവെ ക്യാൻ വെച്ചിട്ട് അധികം പോസിബിലിറ്റീസ് പറയാറില്ല. എന്നാലും പറയാം എന്നാണ് ഞാൻ പറയുന്നത്. പറയാം, തീരെ പറയാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പാടില്ല. അതുകൊണ്ട് പോസിബിലിറ്റി നമുക്ക് ക്യാൻ വെച്ചിട്ട് പറയാം. പക്ഷെ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ക്യാൻ അല്ല എന്ന് മാത്രം. ഓക്കെ, പെർമിഷൻ ചോദിക്കാലോ. ക്യാൻ ഐ ടേക്ക് യുവർ ബുക്ക്? ക്യാൻ ഐ ടേക്ക് യുവർ ബുക്ക്? ഞാനൊരു ബുക്ക് എടുത്തോട്ടെ. ക്യാൻ ഐ ടേക്ക് യുവർ ബുക്ക്? ക്യാൻ യു ഗിവ് എ പെൻ? ക്യാൻ യു ഒരു പേൻ തരാവോ? ക്യാൻ യു ഗിവ് എ പെൻ? സോ ഇതൊക്കെ എന്താണ്? പെർമിഷൻ ആണ്. ബുക്ക് എടുത്തോട്ടെ, പെൻ എടുത്തോട്ടെ, യു ക്യാൻ യൂസ് മൈ പെൻ, നീ പെൻ എടുക്കാം, നീ എടുത്തോളൂ അല്ലെ. ഇതൊക്കെ എന്താണ്? പെർമിഷൻ ആണ് എന്ന് പറയാം. റിക്വസ്റ്റ് ചോദിക്കാം. റിക്വസ്റ്റ് ഇല്ലെങ്കിൽ തന്നെയാണ് ക്യാൻ ഐ വെച്ച് ചോദിക്കാം, റിക്വസ്റ്റ് ആണ്. ക്യാൻ ഐ ഗോ ടു ദ പാർക്ക്? പൊക്കോട്ടെ, ഒരു പ്ലേസ് കിട്ടി ശരിക്കും റിക്വസ്റ്റ് ആയെന്ന് മാത്രം. Can I go to the park, please? എന്ന് ചോദിക്കാം. പിന്നെ ഓഫേഴ്സ് ആണെങ്കിൽ ചോദിക്കാം, can I help you? ഓഫർ ആണല്ലേ. Can I help you? Can I pay the bill for you? Can I pay the bill? Can I pay the bill? എന്ന് ചോദിക്കാം. ഞാൻ ബില്ല് പേ ചെയ്യട്ടെ? I can pay the bill for you. അതും ഒരു ഓഫർ ആണ്. സോ ഇത്രയും പ്ലേസസിൽ നമുക്ക് ക്യാൻ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ക്യാൻ നെഗറ്റീവ് എന്താണ്? അത് നിങ്ങൾക്ക് അറിയാം. ക്യാൻ നെഗറ്റീവ് എന്താണ്? ക്യാൻഡ് ആണ്. കനോട്ട് എന്ന് പറയാം. ഷോർട്ട് ആയിട്ട് ക്യാൻഡ് പറയാം. I can't speak. I can't go to his home. എനിക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, സോ ക്യാനിന്റെ ഓപ്പോസിറ്റ് ആണ്, നെഗറ്റീവ് ആണ് ക്യാൻഡ് എന്ന് പറയുന്നത്. ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസന്റ് ടെൻസിലാണ്. ക്ലിയർ? ക്ലിയർ ആണോ? സിമ്പിൾ അല്ലേ?
Oh, can you sing a song? ചോദിച്ചാൽ yes, I can. പറ്റുമെങ്കിൽ yes, I can എന്ന് പറയാം. അല്ലെങ്കിൽ yes, no, no, can't എന്ന് പറയാം. No, I can't. ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അതുപോലെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് WH ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ചോദിക്കുകയും ചെയ്യാം. Where can you see? ഇതൊക്കെ ഇവിടെ നിന്നാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ ഓപ്ഷൻസ് ഓപ്ഷൻ ആണോ. നമുക്ക് ക്യാൻ തന്നെ വെച്ച് ചോദിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ നമുക്ക് പോസിബിൾ ആണ് ഇതെല്ലാം ചോദിക്കാം. ഇവിടെ എല്ലാ പ്ലേസസിലും ക്യാൻ യൂസ് ചെയ്യാം. പക്ഷെ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വേറെയും മൊഡാൽ വേർബൊക്കെ നമുക്കുണ്ട്, അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് മോസ്റ്റ്ലി ചില കാര്യങ്ങളൊക്കെ പറയുന്നത്. ക്യാൻ ശരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ എബിലിറ്റി പറയാനാണ്. എബിലിറ്റി പറയാനും ഓഫേഴ്സ് ഒക്കെ പറയാൻ, റിക്വസ്റ്റ് പെർമിഷൻ ഒക്കെ ചോദിക്കാനുള്ളത് ക്യാൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ക്യാൻ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്ലി ടോക്കിംഗ് ആണെങ്കിൽ നമുക്ക് ക്യാൻ യൂസ് ചെയ്യാം. നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ വെച്ചാൽ ക്യാൻ ഐ ടേക്ക് യുവർ ഫ്രണ്ട് ചോദിക്കാം. ഓക്കെ, നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ആണെങ്കിൽ ക്യാൻ ആണ് കുറച്ചുകൂടി നല്ലത്. അവിടെ പോളക്നെസിന് ആവശ്യമില്ലല്ലോ. അപ്പൊ ക്യാൻ വെച്ച് ചോദിക്കാം. അപ്പൊ ക്യാൻ ക്ലിയർ ആണോ? ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പൊ കുറച്ച് സെന്റൻസ് ഒന്ന് ക്രിയേറ്റ് ചെയ്തേ ക്യാൻ വെച്ചിട്ട്. ക്യാൻ വെച്ചിട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് പറയാം, ഓഫർ പറയാം, പിന്നെ റിക്വസ്റ്റ്, പെർമിഷൻ, ക്വസ്റ്റ്യൻ, ഇതൊക്കെ ക്യാൻ വെച്ചിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് എല്ലാവരും ഒരുമിച്ച് ടൈപ്പ് ചെയ്തിട്ട് ഈ സെൻഡ് ചെയ്യുക. എല്ലാവരും ചെയ്യണം. ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് ഒന്നും തന്നെ വേണ്ട. ന്യൂ വൺ. ടെക്സ്റ്റ് ചെയ്യൂട്ടോ, എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ ഈ നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ക്ലാസ്സില്. എഴുതിയിട്ടുണ്ടെങ്കിൽ എഴുതിയെടുത്തോളൂ, അല്ലെങ്കിലും ഞാൻ നോട്ട് എന്തായാലും അപ്ലോഡ് ചെയ്യും. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണം കേട്ടോ, ചെയ്യാതിരിക്കരുതേ. ഒരുമിച്ച് ചെയ്യൂ. ഡാൻസി ഒന്നിച്ച് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരുന്നു നോക്കാൻ വേണ്ട. I can live tomorrow. I can live tomorrow. നാളെ ജീവിക്കാൻ പറ്റും. നാളെ ഒരു സ്റ്റേറ്റ്മെന്റ്, permission, request, offer, and question. Okay. Negative statement. I can do it. Yeah, you can do it. Can dance. I can't dance. Okay. എക്സാമ്പിൾ നോക്കി നിങ്ങൾക്ക് പറയാല്ലേ, കൊള്ളാം. ഐ ക്യാൻ റീഡിങ്. ഐ ക്യാൻ റീഡിങ് എന്ന് പറയാൻ പാടില്ല. ക്യാനിന് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് എപ്പോഴും ഫസ്റ്റ് ഫോം ആയിരിക്കണം, V1 ആയിരിക്കണം കേട്ടോ. ക്യാനിന് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ട വേർബ് എപ്പോഴും ഫസ്റ്റ് ഫോം ആയിരിക്കണം. അപ്പൊ ഐ ക്യാൻ റീഡ്, നോട്ട് റീഡിങ്. I can do dance എന്ന് പറയില്ലല്ലോ. ഇതാ I can dance. That's all. അത് do ചെയ്യേണ്ട പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി അതൊരു വേർബാണ്. ഡാൻസ് ഓൾറെഡി ഒരു വേർബാണ്. പിന്നെ ഇതിന്റെ കൂടെ do വേണ്ട. എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റും. I can do. I can dance. I can dance. Okay. ഞാൻ മറന്നു പോകും. അവിതാ സോറി. നമുക്ക് എപ്പോഴും ഫെമിലിയർ പ്രൊഫൈൽ നെയിം അല്ലേ. സോ നിങ്ങളുടെ എല്ലാവരും പേര് ഇപ്പൊ മനു വിയാർ എന്നല്ല പേര്, എനിക്കറിയാം. ഞാൻ പറയാം, പറയണ്ട, പറഞ്ഞു. ഫിന, എനിക്ക് ഫീ വന്നു. ഫിദ എന്നാണ് ആദ്യം വന്നത്. ഫിന,
അതാണ് ഞാൻ മറക്കും കേട്ടോ. ഞാനിപ്പോ എപ്പോഴെപ്പോഴും ക്ലാസ്സിൽ വരുന്നില്ല. അതിന്റെ ആവാം. അബിതയുടെ പേര് എന്തായിരുന്നു? ഫാത്തിമ. ഫാത്തിമ ഫാത്തിമ അബിത മതി ഫാത്തിമ. നടക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. And see, I can drive, speed can cause accident. You can bring your book. Like, can I go to the bus? Yeah. I can manage my duties. I can't handle the rude people. Can they perform very well? Can you give me some water? Can I go to church? I can see. Yeah. Can I use your phone? Okay. Then Sona answer. Yes, ma'am. ക്ലാസ്സിൽ ഫസ്റ്റ് ടൈം ആണോ? അതെ, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ ഇന്ന് ലീവ് ആയതുകൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തതാണ്. ഓക്കെ. കണ്ടുപരിചയമില്ല, അതുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ. ഓക്കെ മാം. ഓക്കെ. നിമ്മി ജോഷി എവിടെയായിരുന്നു? ഇല്ല. നിമ്മി കേൾക്കുന്നുണ്ടോ? Yeah, can I come with you? Can I come? Yeah, can I come with you? I can't pay. I can't pay to the bill അല്ല നീതു. I can pay the bill. I can't pay the bill. നമുക്ക് ടു വേണ്ട കേട്ടോ അവിടെ. പ്രിപ്പോസിഷന്റെ ആവശ്യമില്ല. ബില്ല് പേ ചെയ്യാൻ പറ്റില്ല. I can't pay the bill. പറഞ്ഞാൽ ഓക്കെ. ബാക്കി ആരൊന്നും കണ്ടിട്ടില്ലോ? കുറച്ച് പേരൊന്നും ടെക്സ്റ്റ് ചെയ്തിട്ടേ ഇല്ല. എന്താണ് മനസ്സിലായില്ല? ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്യാൻ. നെക്സ്റ്റ് ഏതാണ്? കുഡ് ആണ്. കുഡ്. കുഡ് എന്താണ്? കുഡ് മീൻസ് ക്യാൻ കഴിയും, പറ്റും എന്നാണെങ്കിൽ കുഡ് എന്താണ്? ക്യാനിന്റെ പാസ്റ്റ് ആണ് കുഡ്. അപ്പൊ എന്തായിരിക്കും മീനിങ്? എന്തായിരിക്കും? ക്യാൻ കഴിയും എന്നാണ്. അപ്പൊ പാസ്റ്റ് എന്ത് വരും? കഴിയുമായിരുന്നു. ഓക്കെ. കുഡ് കഴിയുമായിരുന്നു. കഴിഞ്ഞു അല്ല, കഴിയുമായിരുന്നു. എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊക്കെയാണ് കേട്ടോ. കഴിയുമായിരുന്നു എന്നാണ് കുഡിന്റെ മീനിങ്. കുഡ് മെയിൻലി യൂസ് ചെയ്യുന്നത് പാസ്റ്റിലാണ്, പക്ഷെ പ്രസന്റിൽ യൂസ് ചെയ്യാറുണ്ട്. അത് കുഴക്കെയാണ്, ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കഴിയുമായിരുന്നു എന്നാണ് കുഡ് മീനിങ് വരാം. അപ്പൊ കുഡ് എബിലിറ്റി പറയാൻ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ എബിലിറ്റി പറയുമ്പോൾ പാസ്റ്റിലെ എബിലിറ്റി ആയിരിക്കണം. എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഗിറ്റാർ വായിക്കാൻ കഴിയുമായിരുന്നു. I could play the guitar when I was in school. I could play the guitar when I was in school. ഞാൻ സ്കൂൾ ടൈമില് ഞാൻ ഗിറ്റാർ വായിക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. പക്ഷെ എന്താണ് ഇപ്പോ ഇല്ല എന്നൊരു മീനിങ്ങിലാണ് പറയുന്നത്. പണ്ട് പറ്റുമായിരുന്നു, പക്ഷെ ഇപ്പോ ഇല്ല. ഇപ്പൊ പറ്റുന്ന കാര്യമാണെങ്കിൽ നമുക്ക് ക്യാൻ വെച്ച് പറഞ്ഞാൽ പോരെ. അപ്പൊ പാസ്റ്റിലെ ഒരു എബിലിറ്റി പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പടാഗോബാണ് എന്റെ കുഡ് എന്ന് പറയുന്നത്. എനിക്ക് I could play cricket during my school. സ്കൂൾ ടൈമില് ഞാൻ ക്രിക്കറ്റ് കളിക്കായിരുന്നു, പക്ഷെ ഇപ്പോ ഇല്ല. അപ്പൊ പക്ഷെ ഇപ്പോ ഇല്ല എന്ന് നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ.
I could play cricket during my school, but now I didn't play. I don't play എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. കാരണം ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം കുട്ടി യൂസ് ചെയ്യുന്ന മേബി ഫാസ്റ്റ് ആയതുകൊണ്ട് ഇപ്പോ ചെയ്യാത്ത ഒരു പ്രവൃത്തിയാണ് നമ്മൾ കുട്ടി വെച്ച് പറയുന്നത്. സോ ഇപ്പോ ചെയ്യുന്നില്ല എന്ന് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? ഞാൻ ഒരുപാട് ഫുഡ് കഴിക്കായിരുന്നു. I could eat a lot of food. A lot of foods. നമ്മൾ ഒരുപാട് ഫുഡ്സ് ഞാൻ കഴിക്കുമായിരുന്നു. അപ്പോ പാസ്റ്റിലെ എബിലിറ്റി പറയാൻ യൂസ് ചെയ്യുന്നതാണ് എന്ത് ഫുഡ് എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് പാസ്റ്റിലെയും പ്രസന്റും ഫ്യൂച്ചറിലെയും ഒക്കെ പോസിബിലിറ്റി പറയാനും നമുക്ക് ഫുഡ് യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? The train could be late. ട്രെയിൻ കുറച്ച് ലേറ്റ് ആകും അല്ലെ? ലേറ്റ് ആകും എന്ന് പറയുന്നത് പ്രസന്റ് ആണ്. കാരണം ഇപ്പോ ഞാൻ ചോദിക്കുന്നത് ട്രെയിൻ ലേറ്റ് ആകുമോ എന്നാണ് ചോദിക്കുന്നത്. ഈ ട്രെയിൻ could be late എന്ന് പറയും. പ്രസന്റിലെ ഒരു കാര്യമാണ്. സോ അപ്പൊ കുഡ് വെച്ചിട്ട് പറയും കുഡ് ബി ആണ് അവിടെ. കുഡ് ബി ലേറ്റ്. Then it could rain today. ഇന്ന് മഴ പെയ്തേക്കാം അല്ലെ? ഇന്ന് മഴ പെയ്തേക്കാം. Could rain today. സോ അത് പ്രസന്റ് ആണ്. ഈ രീതിയിൽ നമുക്ക് കുഡ് വെച്ചിട്ട് പറയാൻ പറ്റും. ഇനി ഫ്യൂച്ചർ ആണെങ്കിലോ, if you don't study you could fail the exam. നീ നന്നായി പഠിച്ചില്ലെങ്കിൽ എക്സാമിൽ തോറ്റു. It's a future. So we can use the could. Okay. If you don't study, you could fail the exam. എക്സാമിൽ പഠിച്ചിട്ട് നീ തോറ്റു. അതൊരു ഫ്യൂച്ചറിലെ കാര്യമാണ്. സോ നമുക്ക് could വെച്ചിട്ട് പറയാൻ പറ്റും. And if they are more powerful, a lot of crime could be prevented. Okay. If they are more powerful, a lot of crime could be prevented. കുറച്ചുകൂടി പവർഫുൾ ആയിരുന്നെങ്കിൽ crime prevent ചെയ്യാൻ പറ്റും. So it's a future tense. Then we also use the could. And then past tense. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പല രീതിയിലും പറയാൻ പറ്റും. ഫുഡ് പറയാം, മൈറ്റ് പറയാം, മെയ് പറയാം, അങ്ങനെ ഒരുപാട് ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് എല്ലാം യൂസ് ചെയ്യാം. ഓക്കെ. പക്ഷെ മൈറ്റ്, മെയ് ഇതൊക്കെ എടുക്കുന്ന ടൈമിൽ ഞാൻ പറയാൻ ഇങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മൈറ്റ്, മെയ്, ഷാല് ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആ ടൈമിൽ ഞാൻ പറയാം. അപ്പൊ ഫുഡും യൂസ് ചെയ്യാം, മൈറ്റ് യൂസ് ചെയ്യാം, മെയ് യൂസ് ചെയ്യാം, എന്തും യൂസ് ചെയ്യാം, തെറ്റൊന്നുമില്ല. പക്ഷെ അതിന്റെ രീതികൾ ഞാൻ പറഞ്ഞത് എങ്ങനെയൊക്കെയാണ് പറയേണ്ടത്. അപ്പൊ ഇവിടെ ഫുഡും നമുക്ക് ഫ്യൂച്ചറിൽ പറയാം, പാസ്റ്റിലും പറയാം. റോബോട്ട് could have gotten the job ഓഫ് അല്ലത് ഇഫ് ആണ്. If he had gone to the interview. Robot could have gotten the job if he had gone to the interview. ആ ഇന്റർവ്യൂവിന് പോയിരുന്നെങ്കിൽ അവന് ജോബ് കിട്ടിയേനെ എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണ്. ഓക്കെ. അപ്പൊ ആ രീതിയിലും നമുക്ക് ഫുഡ് യൂസ് ചെയ്യാൻ പറ്റും. Then you can catch a cold if you go out the rain. Then traveling across Europe can be quite expensive. ഇതൊക്കെ എന്താണ്? പ്രസന്റ് ആയിട്ടും പറയാം, ഫ്യൂച്ചർ ആയിട്ടൊക്കെ പറയാം. അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഏത് ടെൻസിൽ വേണമെങ്കിലും നമുക്ക് പോസിബിലിറ്റീസ് ഫുഡ് വെച്ചിട്ട് പറയാൻ പറ്റും. ഇത് മനസ്സിലായല്ലോ? ഇവിടെയൊക്കെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലേ? ക്ലിയർ അല്ലേ? ഇനിയിപ്പോ നമ്മൾ ക്യാൻ വെച്ചിട്ട് ചോദിക്കാൻ പറ്റുന്ന എല്ലാവരും പറഞ്ഞു. ക്യാൻ വെച്ചിട്ട് പെർമിഷൻ, സബ്മിഷൻ, ഫോഴ്സ്, റിക്വസ്റ്റ്, പെർമിഷൻ ഇതൊക്കെ ചോദിക്കാൻ പറഞ്ഞു ക്യാൻ വെച്ചിട്ട്. സോ ഫുഡ് വെച്ചിട്ടും ചോദിക്കാം. വ്യത്യാസം എന്താണെന്ന് വെച്ചാല് ഫുഡ് ആണെങ്കിൽ കുറച്ചുകൂടെ പൊളൈറ്റ്നെസ് ആണ്. നമ്മൾ കുറച്ച് പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുന്ന പോലെ തോന്നും. അതായത് നമ്മള് ഇപ്പൊ നമ്മുടെ ഏതെങ്കിലും ഇപ്പൊ നമ്മുടെ സാർ അല്ലെ, സ്കൂളിൽ പഠിക്കുന്ന സാറിനോട് സംസാരിക്കുന്നതും ഇപ്പൊ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെ കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന രീതികൾ രണ്ടല്ലേ അല്ലെ? നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുന്ന ചോദ്യവും സാറിനോട് ചോദിക്കുന്ന ചോദ്യവും രണ്ട് രീതിയിലാണ് നമ്മൾ ചോദിക്കുക. ഫ്രണ്ട്സിനോട് പറയുമ്പോൾ നമ്മൾ അവരുടെ ബഹുമാനത്തിന്റെ കാര്യമൊന്നും ആവശ്യമില്ല, റെസ്പെക്ടിന്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കാഷ്വൽ ടോക്ക് ആയിട്ട് നമ്മൾ സംസാരിക്കാൻ ചോദിക്കാം. പക്ഷെ സാർ ഒക്കെ ആണെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് എന്താണ് റെസ്പെക്ട് ഉണ്ടാവണം. നമ്മുടെ ചോദ്യം കുറച്ച് പൊളൈറ്റ് ആയിരിക്കണം. സോ അങ്ങനെ പൊളൈറ്റ് ആയിട്ട് നമ്മൾ ചോദിക്കുന്നത് പറയുന്നതും
പറയാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യേണ്ടത് could ആണ്. ഓക്കെ, could you please move a bit? കുറച്ച് നീങ്ങാവോ? നമുക്ക് ഫ്രണ്ട്സിനോടല്ലാണ്ട് പൊളൈറ്റ്നസ് ആണ്. സോ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് could യൂസ് ചെയ്യുക. അപ്പൊ ആരോടൊക്കെയാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം അല്ലെ? അപ്പൊ could you please move a bit എന്താ പറയാ? Could you please give your pen? ഓക്കെ, അപ്പൊ പൊളൈറ്റ്നസ് കണ്ടിട്ടൊക്കെ നമുക്ക് could യൂസ് ചെയ്യാൻ പറ്റും. അതിപ്പോ സജഷൻ ആയിക്കോട്ടെ, റിക്വസ്റ്റ് ആയിക്കോട്ടെ, ഓഫേഴ്സ് ആയിക്കോട്ടെ, പെർമിഷൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, വിത്ത് പൊളൈറ്റ്നസ് we can use the whatever could. And suggestion again, we could try that new Italian restaurant tonight. Suggestion ആണ്. രാത്രി ആയിട്ടല്ലെങ്കിൽ ട്രൈ ചെയ്യാൻ പോയാലോ? Suggestion ആണ്. And you could ask your sister to lend you some money. ഇതിന്റെ സിസ്റ്ററിനോട് ചോദിക്കും, കുറച്ച് പൈസ കടം ചോദിക്കും സിസ്റ്ററിനോട്. അതും ഒരു സജഷൻ ആണ്. Then making a request, could you pass me the pen please? Could you pass me the pen please? നിങ്ങൾക്ക് ഓൾറെഡി പൊളൈറ്റ് ആണ്. പൈസ ചോദിക്കും, ദയവായൊക്കെ ഇങ്ങനെ അത് ചെയ്യാമോ എന്നൊരു ചോദ്യമാണ്. Can you pass me the pen? ചോദിച്ചാൽ അവിടെ പൊളൈറ്റ്നസ് ഒന്നുമില്ല, ഫ്രണ്ട്ലി ടോക്ക് ആണ് അല്ലെ? ഇത് രണ്ടും സാറിനോട് ചോദിച്ചുകൊണ്ട് ഒരു തെറ്റൊന്നുമില്ല കേട്ടോ. മനസ്സിലായോ? രണ്ട് രീതിയിൽ നമുക്ക് ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഒരെണ്ണം പൊളൈറ്റ് ആയിട്ട്, ഒരെണ്ണം നോർമൽ ആയിട്ട് ചോദിക്കാമെന്ന് പറഞ്ഞു. ഈ രീതിയിലൊക്കെ നമുക്ക് നമ്മുടെ എൽഡേഴ്സിനോടാണെങ്കിലും നമ്മൾ റെസ്പെക്ട് ആയിട്ട് സംസാരിക്കുന്ന ആരോടാണെങ്കിലും രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്. സോ യൂസ് ചെയ്തുകൊണ്ട് അവിടെ ഗ്രാമറിൽ ഒരു മിസ്റ്റേക്ക് ഒന്നുമില്ല. ആൾക്ക് ചോദിക്കുമ്പോൾ കാര്യം മനസ്സിലാവും. സോ ഫുഡും ക്യാനും യൂസ് ചെയ്യേണ്ട ഡിഫറൻസ് ആണ് ഞാൻ പറയുന്നത്. ഒരെണ്ണം പൊളൈറ്റ് ആണ്, ഒരെണ്ണം കാഷ്വൽ ആണ്. രണ്ട് യൂസ് ചെയ്തുകൊണ്ടും മിസ്റ്റേക്ക് ഒന്നുമില്ല. ഓക്കെ, സാഹചര്യങ്ങളാണ്, സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടാണ് ഫുഡാണോ ക്യാനാണോ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കാം. It's your decision. Okay, and making offers, can I get you something to drink? And could I help you with that, madam or sir? Okay, then asking permission, could I borrow your pen please? Could I take the day off tomorrow? Can or could, you can use both based on the situation. Okay, so is it clear? Can and could. Do you have any question about any questions do you have to ask me? No? ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇവിടെയൊക്കെ തന്നെ ഉണ്ടോ എല്ലാവരും? ഒന്നുകൂടെ പറയോ? എന്താണ് പറയേണ്ടത്? ചോദിക്കുവാണ്. ശരി, എന്താണ് ഡൗട്ട് വരാൻ കാരണം? എന്താണ്? നെറ്റ് ക്ലിയർ അല്ല. ഓക്കെ, എന്താണ്, ഏതാണ് ഡൗട്ട് വരാ? ഫുഡാണോ? കേൾക്കുന്നില്ല. അയ്യോ, ഒന്നും ക്ലിയർ ആകുന്നില്ല, ഒന്നും കേൾക്കില്ല. ഒന്നും ഇപ്പോഴും ക്ലിയർ ഇല്ല. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ട്. പൊളൈറ്റ് എക്സ്പ്രഷൻ ആണ്. കറക്റ്റ്. ഫുഡ് എന്ന് പറയുന്നത് ഒരു പൊളൈറ്റ്നെസ് ആണ്, പൊളൈറ്റ് എക്സ്പ്രഷൻ ആണ്. ക്യാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്ലേസിലും നമുക്ക് ഫുഡ് യൂസ് ചെയ്യാൻ പറ്റും. ഫുഡ് എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ആണ്. നമ്മൾ പാസ്റ്റ് ചെയ്യുന്ന എബിലിറ്റി അല്ലെ, പാസ്റ്റ് ഉണ്ടായിരുന്ന എബിലിറ്റിയെ കുറിച്ച് പറയാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അനുഭവമാണ് ഫുഡ്. അത് എബിലിറ്റി പറയുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ആണ് പെർമിഷൻ, റിക്വസ്റ്റ്, ഇതൊക്കെ നമ്മൾ ക്യാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്ലേസിലും നമുക്ക് ഫുഡ് യൂസ് ചെയ്യാൻ പറ്റും. സോ മനസ്സിലാക്കേണ്ടത് ക്യാൻ ഒരു നോർമൽ ആണെങ്കിൽ ഫോർമൽ ആണ് എന്ന് പറയാം. ഫുഡ് എന്ന് പറയുന്നത് പൊളൈറ്റ് എക്സ്പ്രഷൻ ആണ്. ദാറ്റ്സ് ഓൾ. ഓക്കെ, so yeah, okay, Anjali. So can you fill the gaps using with the can and could? Okay, read the questions and then answer it. First question. Who's going to read the first question? Anyone? Can I get you something to eat?
Yeah. Can I get stuff to eat? Yeah. Can. Okay. And the second one? I can run a mile to 10 minutes when I was younger. Which is the correct answer? Can or could? Could ma'am. I could run a mile in 10 minutes when I was younger. Yeah. Could answer. The past ability. So we can use could. I could run a mile in 10 minutes when I was younger. Okay, could ആണ് ട്ടോ past ability ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് could ആണ്. The third one? Could you send me the details, please? Yeah, could you send me the details, please? Please വന്നത് കൊണ്ട് നമുക്ക് correct ആണെന്ന് പറയാം. Can യൂസ് ചെയ്തതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ could ആണ്. Okay, could you send me the details, please? And the fourth one? Can many swimmers can hold their breath for more than 3 minutes underwater? Yeah, that's can. Many swimmers can hold their breath for more than 3 minutes in underwater. So it's an ability, right? Present ability ആണ്. So we can use can. And the fifth one, the last one? Can I have another slice of cake, please? Yeah. Can use ചെയ്യാം തെറ്റൊന്നുമില്ല. പക്ഷെ ഇവിടെ food ആണ്. Please വന്നത് കൊണ്ട് നമ്മൾ food ആണെന്ന് പറയാം. Okay? Could I have another slice of Okay. another slice of that cake, please? എന്ന് പറയാം. Okay? രണ്ട് യൂസ് ചെയ്യാം. പക്ഷെ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് നമ്മുടെ പാസ്റ്റ് എബിലിറ്റി വരുമ്പോൾ നമ്മളോട് ഫുഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അതർവൈസ് നമുക്ക് എവിടെയെങ്കിലൊക്കെ ക്വസ്റ്റ്യൻസ് ആണെങ്കിലൊക്കെ പോലും നമുക്ക് അവിടെ ഫുഡോ ക്യാനോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അവിടെ മിസ്റ്റേക്ക് ഒന്നും വരില്ല. വലിയ മിസ്റ്റേക്ക് ഒന്നുമില്ല. ഓക്കെ, എബിലിറ്റി ശ്രദ്ധിച്ചാൽ മതി. പാസ്റ്റ് എബിലിറ്റി ആണെങ്കിൽ ഫുഡും പ്രസന്റ് എബിലിറ്റി ആണെങ്കിൽ ക്യാനും ആണ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ക്യാൻ ആൻഡ് ഫുഡ് രണ്ടും ക്ലിയർ ആണ്. ഓക്കെ, ഇനി ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ നിങ്ങൾക്ക്. വെർബ് കംപ്ലീറ്റ് ആയിട്ട് നമ്മള് V1, V2, V3 ഫോംസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിയാലോ? ചെയ്തില്ലേ? നമ്മൾ ഡെയിലി സെന്റൻസ് അങ്ങനെ എന്തെങ്കിലും എഴുതിയിരുന്നോ? ഡെയിലി സെന്റൻസ് എന്ന് പറഞ്ഞിട്ട് നോട്ട്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഡെയിലി സെന്റൻസ്. ഓക്കെ, ഇപ്പൊ നമ്മൾ നിലവിലെടുത്തത് ടെൻസ് കഴിഞ്ഞു, നൗൺ കഴിഞ്ഞു, വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ്, ടെൻസ്, പ്രിപ്പോസിഷൻസ് അല്ലെ? അത് ഇത്രയും കംപ്ലീറ്റ് ആയുള്ളൂ. പിന്നെ നമ്മൾ മോഡൽ വെർബിലേക്ക് വന്നു. ക്യാൻ കംപ്ലീറ്റ് ആയി. ഇത്രയൊക്കെ എടുത്തുള്ളൂ. അപ്പൊ ഇതുവരെ എടുത്ത എല്ലാ പോർഷൻസും നിങ്ങൾക്ക് ക്ലിയർ ആണോ? നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും പോർഷൻ അറിയാൻ കൊള്ളാമെന്നോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് സജഷനായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ക്ലാസ് മിസ് വേറെ എങ്കിലും എടുക്കാനോ വേറെ എന്തെങ്കിലും എടുക്കാനോ എന്തെങ്കിലും സജഷനോ ഒപ്പീനിയനോ പറയാനുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് പറഞ്ഞോളൂ കേട്ടോ. കാരണം നമുക്ക് ചിലപ്പോ ക്ലാസ് ഒക്കെ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആവുന്ന ആ ടൈമൊക്കെ വരുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞു, ഒരു സെക്കൻഡ് ടൈമാണ് അല്ലെ? സെക്കൻഡ് ടൈമാണ്. സോ പോർഷൻസ് ഒക്കെ തയ്യാറായില്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ക്ലാസ് ചിലപ്പോ ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വരും. അവർക്ക് കൊടുക്കേണ്ടി വരും. പോർഷൻസ് കംപ്ലീറ്റ് ആകാൻ വേണ്ടി കൊടുക്കേണ്ടി വരും. സോ പെട്ടെന്ന് എന്തെങ്കിലും ചോദിക്കാനെങ്കിൽ എന്നോട് ചോദിക്കൂ. കാരണം ഇനി അങ്ങോട്ട് പോകുന്നതോറും ഇംഗ്ലീഷ് ക്ലാസ് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാണ്. അതുകൊണ്ട് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ വേഗം വേഗം ക്ലിയർ ചെയ്യാൻ നമുക്ക്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടോ? ഇതിൽ സജഷനോ ഒപ്പീനിയനോ ഒക്കെ പറയാനുണ്ടെങ്കിൽ എന്നോട് പറയണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ക്ലാസ് കൊടുക്കാം. അതായത് ഇപ്പോ ടെൻസ് കംപ്ലീറ്റ് ആയി നമ്മൾ കുറച്ച് ട്രാൻസ്ലേഷൻ നമ്മൾ ചെയ്തിരുന്നു. ഫുള്ള് കംപ്ലീറ്റ് ആക്കിയില്ലല്ലോ. മലയാളം ട്രാൻസ്ലേഷൻ എന്നൊക്കെ ഡൗട്ട്സ് വന്നപ്പോ ക്ലിയർ ആണോ? നമുക്ക് നോക്കാം. എന്തായാലും ഇത് കംപ്ലീറ്റ് ആക്കിയോ നമ്മള്? പറയൂ. ഐ തിങ്ക് 30 ട്രാൻസ്ലേഷൻ അല്ല, മലയാളം ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നു. ചെയ്തു എല്ലാവരും? കംപ്ലീറ്റ് ആക്കിയോ?
ഓർമ്മയുണ്ടോ? എന്തെയൊന്നും മിണ്ടാത്തേ, പറയൂ. നിമ്മി നിമ്മിനെ ഞാൻ വിളിച്ചു നിമ്മി കേട്ടില്ല. നിമ്മി എപ്പോ ഉണ്ടായിരുന്നില്ല ഇവിടെ. നെറ്റ് ഇഷ്യൂസ് മാം, കിട്ടുന്നില്ല, നെറ്റിന്റെ ഇഷ്യൂസ് ഉണ്ട്. ഞാൻ വേറെ ഡിവൈസിൽ എടുത്തിട്ട് ഇരിക്കുകയാണ് മാം, അതുകൊണ്ട്. അപ്പോ ഞാൻ ചോദിച്ചത് എന്തായിരുന്നു, കംപ്ലീറ്റ് ആയതോ? ട്രാൻസ്ലേഷൻ കംപ്ലീറ്റ് ചെയ്താണോ? അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം, അതിനുവേണ്ടിയാണ് ചോദിച്ചത്. ആണോ? മിസ് കുറച്ച് എഴുതിപ്പിച്ചായിരുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിച്ചായിരുന്നു കുറച്ചല്ലേ ചെയ്തോളൂ അല്ലേ? അതെ മാം, കുറച്ച് ചെയ്തോളൂ. പിന്നെ ഇത്തിരി ഡൗട്ട് വന്നപ്പോ നമ്മളപ്പോ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. നമുക്ക് ഒന്നുകൂടെ നോക്കാം. എന്നിട്ട് ഡൗട്ട് വരുന്നുണ്ടോ നോക്കണുണ്ടോ നിങ്ങള്? ഡൗട്ട് വരുന്നെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഇത് ചെയ്തായിരുന്നു മിസ്സേ, കംപ്ലീറ്റ് ചെയ്തായിരുന്നു ഇത്? ഫുള്ളി കംപ്ലീറ്റ് ചെയ്തില്ലേ? ഇല്ല. ശരിയില്ല. ഐ തിങ്ക് നമ്മളൊരു 10 എണ്ണം ചെയ്തിട്ടുള്ളൂ. അതെ. ഫസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയാലോ? ഡൗട്ട് വരുന്നുണ്ടോ നോക്കണേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം. ഇപ്പൊ മൊഡാൽ ആണ്. ഇപ്പൊ വില്ല വുഡ്, ഷാൽ ഷൂട്ട് ആൻഡ് മൈൻഡ് ഒക്കെയാണ്. നമുക്ക് പെട്ടെന്ന് എടുക്കാം. പക്ഷെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, ഫസ്റ്റ് നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമറിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പോർഷൻ എന്ന് പറഞ്ഞ ടെൻസ് ആണ് ഉണ്ടാവും. ആ ടെൻസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് ക്ലാസ്സിൽ നിന്ന് പോവാം. ഇനി ഒരിക്കലും ആ ഡൗട്ട് വരരുത്. ടെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. എങ്ങനെയെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വൊക്കാബുലറി മാത്രമേ ഉള്ളൂ. വൊക്കാബുലറി നമുക്ക് പഠിക്കുകയാണെങ്കിൽ തന്നെ ടെൻസ് അറിഞ്ഞാല് അത്യാവശ്യം നമുക്ക് ഇതാണ് കമ്മ്യൂണിക്കേഷൻ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, സോ ഒന്ന് പറയാൻ പറ്റും നോക്കി നിങ്ങള് ഓരോരുത്തരായിട്ടൊന്ന് ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. ഫസ്റ്റ് തുടങ്ങി, അവൻ ബുക്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. ടൈം മോഡൽ പോലെ നമുക്ക് ചെയ്യാം. അവൻ ബുക്സ് വായിക്കാൻ എന്തോ എന്നോടാണോ? അല്ലല്ലോ. എല്ലാവരും പെട്ടെന്ന് ആൻസർ ചെയ്യൂ കേട്ടോ. പെട്ടെന്ന് ചെയ്യണേ. അവൻ ബുക്സ് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. രണ്ടാമത് ഞാൻ പറയുമ്പോൾ എനിക്ക് സെൻഡ് ചെയ്താൽ മതി. എപ്പോഴും ടൈപ്പ് ചെയ്ത് വെക്കൂ കേട്ടോ. ടെക്സ്റ്റ് എനിക്ക് സെൻഡ് ചെയ്തവര്, ഫസ്റ്റ് സെൻഡ് ചെയ്തവര് രണ്ടാമതും ടൈപ്പ് ചെയ്ത് വെക്കും. ഞാൻ പറയുമ്പോൾ ടെക്സ്റ്റ് ചെയ്യാം, സെൻഡ് ചെയ്യാം. He likes to read books. He loves to read books. He likes to read books. Read like ആണ്, like അല്ല കേട്ടോ, likes ആണ്. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ സിംഗുലർ വേർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. He, she, it, everybody ആണ് സിംഗുലർ സബ്ജക്ട്സ്. സോ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ വേർബ് ആണ്. വെർബിനെ സിംഗുലറൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എസ് ഓ ഇ എസ് ഓ അല്ലെ, വേർഡിനെ ബേസ് ചെയ്തിട്ടാണ് എസ് ആണോ ഇ എസ് ആണോ നോക്കാൻ. ഇവിടെ ലൈക്ക് ആണ് വന്നിരിക്കുന്നെങ്കിൽ ലവ് ആണെങ്കിൽ എസ് ആണ് ആഡ് ചെയ്യേണ്ടത്. എന്തോ എന്നോടാണോ നിമ്മി? സോറി മാമിനോടല്ല. അപ്പോ he likes to read books or he loves to read books. Clear? Then second one, അവൾ എപ്പോഴും സൗമ്യമായി സംസാരിക്കുന്നു. Next week. Quickly. അവൾ എപ്പോഴും സൗമ്യമായി സംസാരിക്കുന്നു. ഇവിടെ സൗമ്യമായി എന്ന് പറയുന്നത് ഒരു അഡ്വർബ് ആണ് അല്ലെ, വെർബിനെ മോഡിഫൈ ചെയ്യുന്ന ഒന്നാണ്. സോ അത് അഡ്വർബ് ആണ്. അഡ്വർബ് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം അല്ലെ. നെക്സ്റ്റ് ചെയ്യൂട്ടോ, പെട്ടെന്ന്. She likes to read books. Okay, Nimi. Next second one ഏതു? അവൾ എപ്പോഴും സൗമ്യമായി സംസാരിക്കുന്നു. ശ്രദ്ധിക്കുക, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബ് തന്നെ ആയിരിക്കണം. ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം അയക്കാൻ കേട്ടോ. നീതു ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ, കറക്റ്റ് ആണോ നോക്കിയേ. നീതു, സ്റ്റീഫൻ, അവൾ എപ്പോഴും സൗമ്യമായി സംസാരിക്കുന്നു. She always speaks politely, softly, quietly എന്ന് വേണമെങ്കിലും പറയാം. സ്പീക്സ് ആണ് വരാ, സിംഗുലർ സബ്ജക്ട് ആയതുകൊണ്ട് നമ്മൾ സ്പീക്സ് ആണ് യൂസ് ചെയ്യുക.
Okay, she always speaks softly, politely, quietly. Then next, third one. അവർ വീട് വൃത്തിയാക്കുകയാണ്. അവർ വീട് വൃത്തിയാക്കുകയാണ്. Yeah, correct. They are cleaning the house. Yeah, ആരും മിസ്റ്റേക്കും ചെയ്തില്ല. അടിപൊളി. കൊള്ളാം. ക്ലിയർ ആണ്. നെക്സ്റ്റ്, അവൾ പിയാനോ വായിക്കാൻ പഠിക്കുകയാണ്. അവൾ പിയാനോ വായിക്കാൻ പഠിക്കുകയാണ്. She is learning to play the piano. Yes, she is learning to play the piano. Yeah, correct. Very good. She is learning to play the piano. Okay. And the fifth one, ഞാനിപ്പോൾ അത്താഴം പാചകം ചെയ്യുകയാണ്. ഞാനിപ്പോൾ അത്താഴം പാചകം ചെയ്യുകയാണ്. Fifth one, ഞാനിപ്പോൾ അത്താഴം പാചകം ചെയ്യുകയാണ്. Okay, Abhinav, I'm preparing the dinner. Okay ആണ്, പക്ഷെ നമ്മൾ ഡിന്നർ ലഞ്ച് അല്ലെ നമ്മുടെ പറയുന്ന ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ എന്നൊക്കെ പറയുന്നത് അതിന്റെ മുന്നിൽ ഒരിക്കലും ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ഡിന്നർ. ഐ എം പ്രിപ്പയറിംഗ് ഡിന്നർ. ദാറ്റ്സ് ഓൾ. ആർട്ടിക്കിൾ വേണ്ട കേട്ടോ. പ്രിപ്പയറിംഗ് പറയാം, കുക്കിംഗ് പറയാം, കുഴപ്പമൊന്നുമില്ല. And I'm cooking dinner right now is the correct answer. Correct translation. Okay. I'm cooking dinner right now or now. You can use anything. And the sixth one, ഞാൻ എന്റെ homework പൂർത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ എന്റെ homework പൂർത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ എന്റെ homework പൂർത്തിയാക്കിയിട്ടുണ്ട്. Yeah, I have finished my homework. Correct. I have finished my homework. And the seventh one, അവൾ 2 തവണ ജപ്പാൻ സന്ദർശിച്ചിട്ടുണ്ട്. അവൾ 2 തവണ ജപ്പാൻ സന്ദർശിച്ചിട്ടുണ്ട്. I cleared my homework. നീതു നിമ്മി correct അല്ല. It's a present perfect tense, so we use the have. Okay, so I have cleared or I have completed or I have finished my homework on that. Okay. Oh, okay, ma'am. Next, sixth one, sorry, seventh one. അവൾ 2 തവണ ജപ്പാൻ സന്ദർശിച്ചിട്ടുണ്ട്. വൈഷ്ണവി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോയി. ശ്രദ്ധിച്ച് എഴുതിയേ, കറക്റ്റ് ആയിട്ട് കിട്ടൂട്ടാ. വൈഷ്ണവി ഫസ്റ്റ് ടൈം ആണോ ക്ലാസ്സില്? ക്ലാസ്സിലുണ്ടായിട്ടുണ്ടോ? എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണേ, പെട്ടെന്ന് ചെയ്യൂ. സെവൻത് വൺ, അവൾ 2 തവണ ജപ്പാൻ സന്ദർശിച്ചിട്ടുണ്ട്. Yeah, she has visited Japan 2 times പറയാം, twice പറയാം കേട്ടോ. She has visited Japan twice. The better version is twice. Okay, twice യൂസ് ചെയ്യൂ. 2 times യൂസ് ചെയ്യാനുള്ള മിസ്റ്റേക്ക് ഒന്നുമില്ല കേട്ടോ. പക്ഷെ അഡ്വാൻസ്ഡ് ആയിട്ട് പറയുകയാണെങ്കിൽ twice ആണ് കുറച്ചുകൂടെ നല്ലത്. Yeah, she has visited Japan twice. And 8th one, ഞാൻ ആ പുസ്തകം ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ട്.
I have, let's see. Abhinav, ഒരു word missing ഉണ്ട്. Yeah, I have read that book many times. Read അല്ല, read ആണ്. Have ശേഷം വരുന്ന BT form ആയതുകൊണ്ട് readന്റെ സ്പെല്ലിംഗ് എല്ലാം സെയിം ആണെങ്കിൽ പ്രൊണൗൺസിയേഷൻ ഡിഫറെന്റ് ആണ്. So I have read that book many times. Okay. And Nagmon, അവൻ ഗിറ്റാർ വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഗിറ്റാർ വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 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 എന്താണ് പഠിക്കുകയാണ് എന്നല്ല പറയുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് തോന്നുമെങ്കിലും നമ്മൾ ഉദ്ദേശിച്ചത് കണ്ടിന്യൂസ് അല്ല. ഓക്കെ, അപ്പൊ ഏതായിരിക്കും? It's a present perfect continuous tense. Okay. മിസ് ഈ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഫോം ഒന്ന് പറയുമോ? Has been. Has been or have been. Okay. Formula. മാം സെന്റൻസ് എന്തായിരുന്നു? അവൻ ഒരു മാസം, അതായിരുന്നു മാം. ഏതായിരുന്നു സെന്റൻസ്? 9th one. അവൻ ഗിറ്റാർ വായിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് has or have plus been plus verb ing. Subject plus has or have plus been plus verb plus ing. He has been learning to play the guitar. She has been learning to play the guitar. Yeah, he has been learning to play the guitar. And the 10th one, ഞങ്ങൾ ഈ TV ഷോ കഴിഞ്ഞ ആഴ്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. So also a present perfect continuous tense. Okay. So you can use the same structure is here. ഞങ്ങൾ ഈ TV ഷോ കഴിഞ്ഞ ആഴ്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സ്ലോ ആയാലോ? ഞങ്ങൾ we, then രണ്ടാഴ്ച പറഞ്ഞില്ല, രണ്ടാഴ്ചയല്ല, ആഴ്ചയായിട്ട്. സോ ഇവിടെ വേണ്ടത് ഒരു പ്രപ്പോസിഷൻ ആവശ്യമാണ്. ടെക്സ്റ്റ് ചെയ്യും എല്ലാവരും ചെയ്യും. നീതു ടെക്സ്റ്റ് ചെയ്യാൻ സാർ.
Since. Since ആണോ? Since or for? Which one is correct? Since or for? Do you know the meanings of about the preposition? He had been watching the show. Since means since is a starting point or എന്താണ് beginning ആണെന്ന് പറയാം, മുതൽ എന്നൊക്കെ പറയണം അല്ലെ. സിൻസ് മുതലാണ്. ഫോർ എന്താണ്? വേണ്ടി, ആയിട്ട് എന്നൊക്കെ പറയുന്നതിന് ഫോർ. അപ്പൊ യൂസ് ചെയ്യേണ്ട ഏതായിരിക്കണം? ഫോർ ആണ്. ഓക്കെ. We have been watching this TV show for last week. Yeah, clear? We have been watching this TV show for last week. കഴിഞ്ഞ ആഴ്ച ആയിട്ട് നമ്മൾ ഈ TV show കണ്ടുകൊണ്ടിരിക്കുകയാണ്. Okay. And the 11th one, അവർ ഒരു മാസമായിട്ട് യൂറോപ്പിന് ചുറ്റും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മാസമായിട്ട് യൂറോപ്പിന് ചുറ്റും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മള് സ്ക്രീനിൽ കാണുന്ന മലയാളം ഇംഗ്ലീഷിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാണ് കേട്ടോ. ഇപ്പൊ നമ്മള് 11th one ആയി. 11th one ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ പിന്നെ അത് ചെയ്യൂ കേട്ടോ. 11th one, അവർ ഒരു മാസമായിട്ട് യൂറോപ്പിന് ചുറ്റും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇന്ന് നമ്മൾ 10-11 ക്ലാസ് തന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യേണ്ടി വരുമോ? ചെയ്യൂ പെട്ടെന്ന്. 11th one നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. All over Europe for a month. All over Europe for a month. മിസ്റ്റേക്ക് ഒന്നും ഇല്ല, പക്ഷെ കറക്റ്റ് ട്രാൻസ്ലേഷൻ അല്ല എന്ന് മാത്രം. എന്നാലും കുഴപ്പമില്ല. യൂറോപ്പിന് ചുറ്റുമെന്നല്ല, എല്ലായിടത്തും യൂറോപ്പിന് എല്ലായിടത്തും എന്ന് പറയാം. യൂറോപ്പിന് ചുറ്റും എന്ന് പറയുമ്പോൾ അറൗണ്ട് യൂസ് ചെയ്യാം. They have been traveling around Europe for a month. Okay? They have been traveling around Europe for a month. Correct translation. Ma'am, had വരുമോ മാം? Had or had വരാൻ ചാൻസ് ഉണ്ട് മാം അവിടെ? had ഇല്ല, പ്രസന്റ് ആണ്. ഓക്കെ മാം. ഓക്കെ, പാസ്റ്റിലാണ് നമുക്ക് ഹാഡ് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ മാം. So they have been traveling around Europe for a month. Correct? Next പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ മതിയോ? 12 നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ. ഇപ്പോ ഇതുവരെ നമ്മൾ പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ക്ലിയർ അല്ല? പ്രസന്റ് ടെൻസ് ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസം വന്നില്ലേ? ഓക്കെ, നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നിയോ? തോന്നുന്നുണ്ടോ? ഞാൻ നിങ്ങൾക്ക് സ്റ്റോറി പറഞ്ഞിട്ടുണ്ടോ ക്ലാസ്സിന്? സ്റ്റോറി ഏതെങ്കിലും ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ, അതൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ ഓക്കെ, അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ മറന്നുപോയാൽ എന്നെ ഓർമ്മിപ്പിക്കാം. അതൊക്കെ എടുത്തോ? നിങ്ങൾ ഓരോരുത്തരും ഞാൻ ഏൽപ്പിക്കുകയാണ്. മറന്നു പോവാണെങ്കിൽ ഈ ട്രാൻസ്ലേഷന്റെ കാര്യം എന്നെ ഓർമ്മിപ്പിക്കണം. അതുപോലെ തന്നെ മൊഡാൽ ബോബ്, ഇതിന് കേട്ടത് മൊഡാൽ ബോബ് ആണ്. വിൽ ഓർ വുഡ് അല്ലെങ്കിൽ ഏതെങ്കിലും എടുക്കാം. അപ്പൊ ഇത് രണ്ടും എന്നോട് പറയണം. ഓക്കെ, സോ മൈൻഡ് ചെയ്യാം. ഓക്കെ അല്ലേ? നിങ്ങൾ ക്ലിയർ ആണല്ലോ? മനസ്സിലാവുന്നുണ്ടല്ലോ? മാം, ഒരു ഡൗട്ട്. ശരി. നേരത്തെ ഞാൻ ആ ബുക്ക്
ഒരുപാട് തവണ വായിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോ ഹാവ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞല്ലോ. Yeah, just wait a second. ഉം. ഓക്കെ, അഭിനവ് എന്നല്ലല്ലോ പേര്. പറയൂ, എന്താണ് ഡൗട്ട്, എന്താണ് ചോദിക്കൂ. മറ്റേ നമ്മൾ നേരത്തെ ഒരു സെന്റൻസിൽ ഞാൻ ആ ബുക്ക് ഒരുപാട് തവണ വായിച്ചിരുന്നു എന്ന് പറയില്ലേ, ആ സെന്റൻസിനകത്ത് ഹാവ് വന്നത് എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരുപാട് തവണ വായിച്ചിരുന്നു. അവിടെ ഹാവ് വായിച്ചിട്ടുണ്ട്. അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. നമ്മൾ ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതെല്ലാം പ്രസന്റ് പെർഫെക്റ്റിലാണ് വരാം. സോ നമ്മളവിടെ ഹാവ് യൂസ് ചെയ്യണം. പ്രസന്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് P3 ആണ് വരാം. ഓക്കെ, ഓക്കെ, അപ്പൊ പ്രോസസ് കംപ്ലീറ്റഡ് ആണോ? കംപ്ലീറ്റഡ് ആണ്. വായിച്ചിട്ടുണ്ട്. ഓക്കെ. പ്രസന്റ് ടെൻസിൽ തന്നെ ഒരു പ്രവൃത്തി കംപ്ലീറ്റഡ് ആയതുകൊണ്ടാണ് പ്രസന്റ് പെർഫെക്റ്റിലേക്ക് പോയത്. ഓക്കെ, ഓക്കെ ഓക്കെ. ക്ലിയർ ആണോ? പേരെന്തായിരുന്നു? അഭിനവ്, സെയിം നെയിമാ. ഓക്കെ, അഭിനവാണ്. ഓക്കെ, ക്ലിയർ. വേറെ ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ താങ്ക് യു all. See you on the next class. Okay, bye. Thank you, Miss.